കർണാടകയിലെ സ്കൂൾ ഹിജാബ് വിവാദം കേരളത്തിലേക്ക് പടർത്താനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ താൽപര്യങ്ങളും വർഗീയ താൽപര്യങ്ങളും ഉണ്ടെന്ന് KCBC ഐക്യജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ. കൂടുതൽ ആഴമുള്ള ലക്ഷ്യങ്ങളുമായി ആരോ തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് ഈ വിവാദങ്ങളെന്നും വർഗീയ ധ്രുവീകരണം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിനെതിരെ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും ഫാദർ മൈക്കിൾ പുളിക്കൽ ആവശ്യപ്പെട്ടു. യൂണിഫോമിന്റെ രാഷ്ട്രീയമെന്ന പേരിൽ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഫാദർ മൈക്കിൾ സംസ്ഥാനത്ത് രൂപം കൊള്ളുന്ന അപകടകരമായ വർഗീയ ധ്രുവീകരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കത്തോലിക്ക സന്യസ്തർ നടത്തിവരുന്ന സ്കൂളുകളിൽ ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വരികയും വലിയ കോലാഹലങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്തതെങ്ങനെയെന്ന് പരിശോധിച്ചാൽ അക്കാര്യം വ്യക്തമാകുമെന്നും അദ്ദേഹം ലേഖനത്തിൽ സൂചിപ്പിക്കുന്നു. നിസ്സാരമായ വിഷയങ്ങളെയാണ് ചിലർ വലിയ വിവാദങ്ങളാക്കി മാറ്റിയത്. അതിന്റെ കാരണങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തവയാണോ എന്നും സംശയിക്കേണ്ടതുണ്ട്. കുട്ടികളിൽ ജാതി വ്യവസ്ഥിതിയും ദരിദ്രചിന്തയും മതിൽക്കെട്ടുകളായി ഭവിക്കാതിരിക്കാനായി വേഷത്തിലും മനസ്ഥിതിയിലും ഐക്യരൂപം വേണമെന്നുള്ള ആശയത്തിന്റെ ഭാഗമായാണ് യൂണിഫോമിന് രൂപം കൊടുത്തത്. 2019 മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി പോലും സർക്കുലർ പ്രകാരം ആധുനികതയുടെ പേരിലോ മതാചാരപ്രകാരമോ ഉള്ള വസ്ത്രധാരണങ്ങൾ അനുവദനീയമല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുവായ ഡ്രസ് കോഡിന് വിരുദ്ധമായി ഒരു വിധത്തിലുമുള്ള വേഷവിധാനങ്ങളും പാടില്ല എന്ന നിലപാടാണ് അവർ അറിയിച്ചത്. ഇത്തരം സാഹചര്യങ്ങളുണ്ടായിട്ടും ഹിജാബിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നവർക്ക് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും ലേഖനം സൂചിപ്പിക്കുന്നു. വിശ്വാസത്തെയോ മറ്റു മതവിശ്വാസികളെ തന്നെയോ വില കുറച്ചു കാണുന്ന ഇടുങ്ങിയ മനസ്ഥിതിയല്ല സഭയും സഭാ നേതൃത്വവും പുലർത്തി വന്നിട്ടുള്ളത്. അതേസമയം വിഭാഗീയതയും വർഗീയതയും വളർത്തുന്ന വ്യക്തികളോടും സമൂഹങ്ങളോടും അവരുടെ നിലപാടുകളോടും സമരസപ്പെടാൻ സഭ ഇന്നോളം തയ്യാറായിട്ടില്ലാത്തതുപോലെ തുടർന്നും പ്രവർത്തിക്കും. അത്തരക്കാരുടെ നീക്കങ്ങളെ എല്ലായ്പ്പോഴും ജാഗ്രതയോടെ വീക്ഷിക്കുകയും ഉറച്ച നിലപാടുകളോടെ മുൻപോട്ടു പോവുകയും ചെയ്യുമെന്നും ലേഖനം വ്യക്തമാക്കുന്നു. ഷെക്കന ന്യൂസ് ബ്യൂറോ, കൊച്ചി.